മറിയക്കുട്ടിയെ ഇകഴ്ത്തിക്കാട്ടിയ സർക്കാർ അഭിഭാഷകനോട് ഹൈക്കോടതി പൊട്ടിത്തെറിച്ചു. ക്ഷേമ പെൻഷൻ മുടങ്ങിയതിനെതിരെ മറിയക്കുട്ടി നൽകിയ ഹർജി രാഷ്ട്രീയ പ്രേരിതമാണെന്ന ആരോപണമാണ് കോടതിയെ ചൊടിപ്പിച്ചത്. പരാതിക്കാരിയെ ഇകഴ്ത്തിയ സർക്കാർ നിലപാട് ദൗർഭാഗ്യകരമാണെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞു. ക്ഷേമ പെൻഷൻ ലഭിക്കണമെന്നാവശ്യപ്പെട്ട് മറിയക്കുട്ടി നൽകിയ ഹർജി രാഷ്ട്രീയ പ്രേരിതമാണെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ വാദിച്ചു. പെൻഷൻ നൽകാൻ സർക്കാരിന്റെ കയ്യിൽ പണത്തിന്റെ കുറവുണ്ട്. എന്ന് പെൻഷൻ നൽകാൻ കഴിയുമെന്ന കോടതിയുടെ ചോദ്യത്തിന് മറുപടി നൽകാൻ കൂടുതൽ സമയം അനുവദിക്കണമെന്നും സർക്കാർ ആവശ്യപ്പെട്ടു. മറിയക്കുട്ടിക്ക് പലരും പണം വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നുകൂടി സർക്കാരിന്റെ അഭിഭാഷകൻ ആരോപിച്ചതോടെ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ക്ഷുഭിതനായി. പെൻഷൻ കൊടുക്കാൻ പണമില്ലാത്തതിന് പരാതിക്കാരിയെ ഇകഴ്ത്തി പറയുന്നത് ദുഃഖകരമാണ്. ഹർജിക്കാരിയെ പോലെയുള്ളവർ എങ്ങനെ ജീവിക്കുമെന്നും കോടതി ചോദിച്ചു. വസ്തുതയില്ലാത്ത കാര്യങ്ങളാണ് കോടതി സംസാരിക്കുന്നതെന്ന് സർക്കാർ അഭിഭാഷകൻ പറഞ്ഞതോടെ വാഗ്വാദമായി. എന്ത് ധൈര്യത്തിലാണ് സർക്കാർ അഭിഭാഷകൻ ഇത് പറയുന്നതെന്ന് കോടതി ചോദിച്ചു. ഗുരുതരമായ ഈ പ്രസ്താവനയിൽ വിശദീകരണം വേണമെന്നും ഇല്ലെങ്കിൽ കേസിൽ നിന്ന് പിന്മാറുമെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ വ്യക്തമാക്കി. പ്രകോപിപ്പിക്കരുതെന്നും കോടതി മുന്നറിയിപ്പ് നൽകി. കോടതിയിൽ സർക്കാർ തന്നെ അപമാനിച്ചുവെന്ന് മറിയക്കുട്ടി ആരോപിച്ചു. ഞങ്ങൾക്കുണ്ട് ഈ കഞ്ഞി കുടിക്കാനും ഇറച്ചിക്കറി കൂട്ടാനൊക്കെ ആഗ്രഹമുണ്ട്. അത് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയം അത് പിണറായിയുടെ കൂട്ടരാ രാഷ്ട്രീയം കളിക്കുന്നത്. പിന്നെ പറയണു എന്നാ കോൺഗ്രസ്സുകാരിയാന്ന് തോന്നണം. എനിക്ക് ഈ വിജയന്റെ ഈ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അനുവാദമൊന്നും വേണ്ട. എനിക്ക് അതിന്റെ സർട്ടിഫിക്കറ്റും വേണ്ട. അത് എനിക്ക് ഇഷ്ടമുള്ള പാർട്ടിയിൽ പോകും. കേസിൽ വിധി പറയുന്നത് അടുത്ത മാസം 4-ാം തീയതിയിലേക്ക് മാറ്റി. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.